ആ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ വിഷു കഴിഞ്ഞ് ഇന്നത്തെ ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് മാറാം. 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഇപ്പൊ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. 87. 787 തവണ നിർത്താതെ ശ്വാസമെടുത്ത് ഈ വെള്ളത്തിൽ ഈ പൂളിൽ ഇങ്ങനെ കളിച്ച് വന്നതിന് ശേഷം അതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാം. എന്തായാലും മോനൻ പറഞ്ഞ് പരിചയപ്പെട്ടു. സ്കൂളും വീടും ഒക്കെ എവിടെയാണ്, പേരും എല്ലാം ഒന്ന് പറയാം. എൻ്റെ പേര് അക്ഷധീരൻ. ഞാൻ തലശ്ശേരിയിലാണ് ജീവിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? ചിന്മയ വിദ്യാലയം. നേരത്തെ ഇവിടെ 2 സ്ഥലത്ത് പഠിക്കാൻ പോയിരുന്നു അല്ലേ? എന്തുവായിരുന്നു നേരത്തെ പഠിക്കാനായിട്ട്? പിണറായിയും മമ്പറത്തും പോയിനും 2 സ്ഥലത്ത് പഠിക്കാനായിട്ട് പോയിരുന്നു. എത്ര? 2 തവണ? 2 മാസമാ? ആ 2 മാസം പോയിരുന്നു. ഓ, എന്നിട്ട് പഠിത്തം നടന്നില്ല? ഇല്ല. അല്ല, വളരെ നിരാശനായിട്ടാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞ് എന്ത് ദിവസം വിളിക്കുന്നു, ഇങ്ങനെ 2 മാസങ്ങളിൽ 2 പൂളുകളിലായിട്ട് ഓരോ മാസം വീതം പോയിട്ട് പഠിക്കാൻ പറ്റിയില്ല, ആകെ നിരാശനാണ്. അപ്പോ ഇവിടെ ഒന്ന് വന്നു നോക്കാം, ഇതും കൂടി ഒന്ന് വന്നു നോക്കാം. ഇവിടെ നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇനിയും നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. അക്ഷത് വന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാം എന്തായാലും പഠിച്ചോ, എന്താ നോക്കാന്ന് പറയുമ്പം പൂളിൽ വന്ന് ഇവിടെ നീന്തി. ഞാൻ കരുതി കുറച്ചിങ്ങ് വരുമായിരിക്കും. നോക്കുമ്പോൾ ഒരു പൂളിന്റെ പകുതി വന്ന് നിന്നും പോയി. 7 മീറ്റർ, എത്ര ഒരു 7 മീറ്റർ 6-7 മീറ്റർ നീന്തിയിട്ട്. നീ ഇന്നിപ്പം നീന്തി എത്രയാണെന്നറിയോ? നിർത്താതെ 1.5 മുതൽ 2 കിലോമീറ്ററോളം ദൂരം നീ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1.5 മുതൽ 2 കിലോമീറ്റർ ദൂരം നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. അപ്പൊ നീ എത്രയും സ്ലോ ആണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അമ്മയും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അത് അച്ഛനല്ലേ, അമ്മയുടെ അച്ഛനെ അല്ലേ? അപ്പോ അച്ഛൻ വന്നിരുന്നു. എല്ലാരും പറഞ്ഞു അവൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ടെൻഷൻ ഉള്ളവർ വേണം ഏറ്റവും മികച്ച രീതിയിലായി മാറാൻ. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ സ്ലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നെ അതിനകത്ത് ടോപ്പിലെത്തും. ഞാൻ അങ്ങനെയാ ചെയ്യിക്കുന്നത്. ടെൻഷൻ എല്ലാം അങ്ങ് പോകും നമ്മുടെ മുഖത്തുനിന്ന് അല്ലേ? നീ അത്രയും വിഷമിച്ചു വന്ന നീ ഇന്നിപ്പോ എത്രാമത്തെ ദിവസമാ? 5ാമത്തെ ദിവസം. നീ ഞാൻ അമ്മ വിളിച്ച് ബുക്ക് ചെയ്ത സമയത്ത്, പൈസ എല്ലാം അടച്ച് ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ മാക്സിമം എന്ന് പറഞ്ഞു. ഇന്ന് 5ാമത്തെ ദിവസം തന്നെ അല്ലേ? 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ റിവറും ലേക്കും കൂടി ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പറ്റിയാണെങ്കിൽ അമ്മയായിട്ട് ചോദിച്ചിട്ട് നാളെ തന്നെ റിവർ ചെയ്യാം. പിന്നെ മറ്റൊരു ദിവസം കായലും ചെയ്യാനായിട്ടുള്ള സംവിധാനം പറയാം. പിന്നെ വേറെന്തുണ്ട്? നല്ല സുഖമായിരുന്നോ? ഓക്കെ, നിന്റെ ഫ്ലോട്ടിംഗ് ഒന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ, ചെയ്തോളൂ. ഗോൾസ് വെച്ചോ. ഒന്ന് സ്വിം ചെയ്ത് കുറച്ച് ഫ്ലോട്ടും ഒക്കെ ചെയ്തിട്ട് പോയിക്കോ. ഓക്കെ, റെഡി? പോയിക്കോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോസ് എല്ലാം ബാക്കി ഇനി കായലിൽ വെച്ച് ഉള്ള അതിന് ശേഷം ഫീഡ്ബാക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇവിടെ കൊണ്ടുവന്ന രക്ഷിതാവ് ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് മോൻ? ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നു. പറഞ്ഞോളൂ, എന്തുണ്ട് മോനെ കൊണ്ടുവന്നൊരു അനുഭവം? നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനതിവനെ കൊണ്ടുപോവാറ്. പല കോച്ചിങ് സെൻ്ററിലും പോകുമ്പോൾ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാറില്ല. ഇവിടെ വന്നിട്ട് ചാൾസൺ സാറാണ് കുട്ടിക്ക് ശരിയായൊരു, അത് മാത്രമല്ല, ഈ സ്വിമ്മിങ് മാത്രമല്ല, അവനൊരു ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കൂടി ഇതിൻ്റെ എല്ലാ സംഭാഷണം കിട്ടുന്നുണ്ട്. ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ത്വര എന്ന് പറയുന്നത്, അതൊക്കെ ചാൾസൺ സാറിൻ്റെ സംഭാഷണത്തിൽ കിട്ടുന്നുണ്ട്. വെറും സ്വിമ്മിങ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും ഒരു ഇത് കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അവന് എന്തായാലും സ്വിമ്മിങ് ഇല്ലാത്തൊരു സ്വിമ്മിങ് ഒരു മസ്റ്റാണല്ലേ എല്ലാ കാലാവസ്ഥയിലും. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയട്ടെ? പറഞ്ഞോളൂ. അതായത് ഒരു തോണിയിലിങ്ങനെ ഒരു വലിയ പണ്ഡിതനും ഒരാളും തോണിക്കാരനും പോവാന്ന്. അപ്പം യാത്രയിലുടനീളം ഈ തോണിക്കാരനെ ഈ പണ്ഡിതൻ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പുഴേൻ്റെ നടുക്കെത്തിയ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് വേദങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല പറഞ്ഞു. പിന്നെ ഇന്നലെ എന്തിനു കൊള്ളുന്ന ആൾ ചോദിച്ചു. പുഴേൻ്റെ നടുക്കെത്തിയ സമയത്ത് കാറ്റും മഴയും വന്നു. തോണിക്കാരൻ പറഞ്ഞു, സാറിന് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. ചില ഗുരുവിന് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ലല്ലോ മോനെ പറഞ്ഞു. എന്നാൽ ഞാനിതാ പോവാന്ന് പറഞ്ഞ് അവൻ ഓടി രക്ഷപ്പെട്ടു. ഗുരുവിൻ്റെ കാര്യം പിന്നെ പറയാനുമില്ല. അതാണ് സ്വിമ്മിങ്ങിൻ്റെ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ്. ജീവിതത്തിൽ പിന്നെ കുട്ടികൾ പല വഴിക്കും പോകുന്നതല്ലേ. പുഴ കണ്ടാൽ കുട്ടികൾ വെള്ളത്തിൽ ചാടും, അപകടത്തിൽ പെടുകയും ചെയ്യും. ഇതിനെ പറ്റിയിട്ടുള്ള വെറും സ്വിമ്മിങ് മാത്രമല്ല, ഒരു നല്ലൊരു അവബോധം എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെയുള്ള കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ
100% സാറ്റിസ്ഫൈഡ് ആണ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നീന്താൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർത്ഥം വയ്ക്കുന്നത് വെറും ഒരു നീന്തുക അതെ, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് പ്രാപ്തമാകുക എന്നുള്ള സംഗതിയെ അതുണ്ട്, അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം അതിനേക്കാൾ വലുതായിട്ടൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതെ, അതെ, നമുക്ക് എന്ത് നേടാം. നേടാം. നമുക്ക് വിചാരിച്ചാൽ, ഞാനിപ്പോ മോനെടുത്ത് പറഞ്ഞു, അവൻ എനിക്ക് തോന്നുന്നത് ഇന്നലെയും കൂടി വന്നിട്ട് 45 ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് കെട്ടായി നീന്തി. ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു. അതെ, അപ്പോ ഇന്നലെ അവൻ വന്നു. 4 ക്ലാസ്സേ എന്റേത് കിട്ടിയുള്ളൂ. അതെ, ഇന്നലെ അവൻ സ്വന്തമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പൊ അന്നേരവും ഞാൻ പറഞ്ഞു, അത് അയ്യോ 40, ഇന്ന് കുറച്ചു മുമ്പേ 60 എണ്ണം എടുത്ത് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു 60 എന്ന് പറയുന്നത് മോനെ അതല്ല, നീ എന്തുകൊണ്ട് നിർത്തി? അവൻ 60 എടുത്തപ്പം ഞാൻ എവിടെ എത്തി എന്നുള്ള ധാരണയിലാണ് നിർത്തുന്നത്. അതെ, അതെ, എനിക്കറിയാം അതെ. 600 ആയാലും ഞാൻ സംതൃപ്തനല്ല. അതെ. അതാണ് ഇപ്പം നോക്കിയപ്പോ അത്ര 785 പ്രാവശ്യം ബ്രീത്ത് എടുത്താലും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ എനിക്ക് തോന്നുന്ന നിന്റെ സുഹൃത്ത് അല്ലേ, നമ്മുടെ ബഹുമാനനായ സ്പീക്കറിന്റെ മകൻ, അവന്റെ പേരെന്തായിരുന്നു? ഇസാൻ ഒരു 5 വർഷം മുമ്പ് വന്നിട്ട് കായലും പുഴയൊക്കെ നീന്തിയ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് മുതലേ ഓർമ്മയിലുണ്ടല്ലേ നീന്തണം ഇങ്ങനൊക്കെ ചെയ്യണമെന്നല്ലേ. ഇസാനാണ് ഇതിന് പ്രചോദനമായത്. അപ്പോ നീനൊക്കെ ഇനിയിപ്പം എന്തായാലും അത് 5 വർഷം മുമ്പായിരുന്നു തോന്നി ഇസാൻ. എന്നാൽ 8 വയസ്സോ 8.5 വയസ്സോ 9 വയസ്സോ ആണ് ഇസാൻ എന്നുണ്ടായിരുന്നത്. അപ്പൊ നിനക്കും അതിന്ന് പൂർത്തീകരിക്കാം. നിനക്കും നാളെ വന്ന് റിവർ ചെയ്യാം. അത് കഴിഞ്ഞ് കായൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് ബാക്കി കായൽ വെച്ചിട്ട് കാണാം. ഓക്കെ, ഹാപ്പി അല്ലേ? റൈറ്റ്.